നമസ്കാരം. ഞാൻ ഉഷശ്രീ മേനോൻ, ബ്ലഡ് ഫോർ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ഫൗണ്ടറും പ്രസിഡന്റുമാണ്. ഇന്ന് മെയ് 4, 2020. ഞാൻ ഈ വീഡിയോ ഇന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത് ആലപ്പുഴയിൽ വെച്ച് ഏപ്രിൽ 14 വാഹനാപകടത്തിൽ കഴുത്തിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട വിനോദ് എന്ന 32 വയസ്സുള്ള ഒരു യുവാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ്. വിനോദിന് അപകടശേഷം ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രികളിൽ പലയിടത്തും ചികിത്സ തേടിപ്പോയി എങ്കിലും സർജറി സാധ്യമല്ലെന്ന് അറിയിക്കുകയും അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വിദഗ്ധ ഓർത്തോപീഡിക് സർജന്റെ അഭിപ്രായം തേടുകയും അദ്ദേഹം ഈ വിനോദിന് 32 വയസ്സ് പ്രായമായതുകൊണ്ടും ചെറുപ്പമായതുകൊണ്ടും കൈവിരലുകൾക്ക് ചെറിയ ചലനശേഷി ഉള്ളതുകൊണ്ടും കാലുകൾക്ക് സെൻസേഷൻ നിലനിൽക്കുന്നതുകൊണ്ടും കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ തേടിയാൽ ഒരു വീൽചെയർ ലൈഫെങ്കിലും സാധ്യമാകും എന്ന് അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്നെടുത്ത ഡിസിഷനിൽ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിൽ വിനോദിനെ കോയമ്പത്തൂർ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്ന് വിനോദിനെ 3 മണിക്ക് ആംബുലൻസിൽ കോയമ്പത്തൂരേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഈ പരിമിതമായ ദിവസങ്ങൾ കൊണ്ട് വളരെ കുറവ് സാമ്പത്തിക സഹായം മാത്രമാണ് വിനോദിന് ലഭിച്ചിട്ടുള്ളത്. എല്ലാവരും ചേർന്ന് കളക്ട് ചെയ്ത ചെറിയ ഒരു തുക മാത്രമാണ് വിനോദിന് കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടുള്ളത്. അവർക്ക് അവിടെ നല്ലൊരു തുക ചെലവാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും വലിയൊരു സർജറി തുടർന്നുള്ള ചികിത്സകളും വിനോദിന് ആവശ്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിനോദിന്റെ ചികിത്സ പാതി വഴിയിൽ നിന്നു പോകാതിരിക്കുവാൻ നമ്മൾ എല്ലാവരും പരമാവധി വിനോദിന് സാമ്പത്തിക സാഹചര്യങ്ങൾ ലഭിക്കുവാനുള്ള സഹായം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയത്. വിനോദിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും അഡ്രസ്സുമുള്ള പോസ്റ്റ് നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്ത് ബന്ധു വലയങ്ങളിൽ ഷെയർ ചെയ്യുക, വാട്സാപ്പുകളിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കേസാണെന്ന് ധൈര്യപൂർവ്വം പറയുക. നമ്മൾ ബ്ലഡ് ഫോർ ലൈഫിൽ നിന്ന് വെരിഫൈ ചെയ്ത കേസാണ്, അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത കേസാണെന്ന് പറയാം. നിങ്ങൾ അതുപോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസ് ഇടുകയോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ സോഷ്യൽ മീഡിയ വഴി പരമാവധി തുക വിനോദിന്റെ അക്കൗണ്ടിൽ എത്തുന്ന വിധം നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. വിനോദിന്റെ ചികിത്സ പാതി വഴിയിൽ നിന്നു പോകാതിരിക്കുവാൻ എല്ലാവരും പരമാവധി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥന വിനോദിനൊപ്പം ഉണ്ടാകണം. നമ്മളൊരു നല്ല പോസിറ്റീവായ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. വിനോദ് തീർച്ചയായിട്ടും വീൽചെയറിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ തിരിച്ചെത്തണം എന്ന ഒരു ആഗ്രഹത്തിലാണ് ഇത്രയും ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നന്ദി.